അല്ല, സൈബർ ആക്രമണമൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നത് മനുഷ്യനെ. അത് ഒന്നാമത് ഒരു ചീപ്പായിട്ടുള്ള കളി നേതാക്കന്മാർ തന്നെ ചെയ്യല്ലേ. ഞാൻ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് പോലും വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്? ഒരു പൊതുപ്രവർത്തകരാകുമ്പോൾ അല്പം ചില മര്യാദയൊക്കെ വേണ്ടേ? കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് പറയലാണോ? ഒരു സുഹൃത്തിൻ്റെ വീട്ടിലധികം ഭക്ഷണം കഴിച്ചു, അത് 3 മണിക്ക്. അതിനെയാണ് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്. മറ്റേ പ്രളയം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഉപവാസം ഇരുന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മാതിരി വിമർശനങ്ങൾ ഒട്ടും ശരിയല്ല. അത്രേ പറയും. ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഇത് അറിഞ്ഞ സമയം മുതൽ സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. നിങ്ങളിപ്പോൾ എലിപ്പനിയുടെ മരുന്ന് സ്റ്റോക്കില്ല, തെറ്റാണ്. ആ മരുന്ന് സ്റ്റോക്കുണ്ട്. ഡോക്സിസൈക്ലിൻ അത് 9 ലക്ഷത്തോളം സ്റ്റോക്കുണ്ട്. പിന്നെ എന്താണെന്ന് സ്റ്റോക്കില്ല പത്രത്തിൽ എഴുതിക്കണം, തെറ്റാണ്. അത് 9 ലക്ഷം മരുന്ന് ഇപ്പോൾ സ്റ്റോക്കുണ്ട്. അതെ അതെ, കാരണം സർക്കാരിൻ്റെ അനുമതി കൂടാതെ സർക്കാർ മന്ത്രിമാരെ കാണിക്കാതെ ഏകപക്ഷീയമായിട്ട് എടുത്ത തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുള്ളത്. അല്ല, അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാവും. അതാണ് ഈ സംഭവം കാണിക്കുന്നത്. ഇപ്പോഴും പുതിയ സിസ്റ്റത്തിനോട് സഹകരിക്കാൻ അല്പം വൈമനസ്സുള്ളവരുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അതെ, അതിനുള്ള സന്ദേശം തന്നെയാണ്. സർക്കാരുമായി ആലോചിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം ചെയ്താൽ എന്താണ് അനുഭവം എന്നുള്ളത് ഈ സംഭവത്തോടുകൂടെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദേവസ്വം അക്കൗണ്ട്സ് മേധാവിക്കെതിരെ ഗുരുതര ക്രമക്കേടുകളാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് മുൻ സർക്കാർ പൂഴ്ത്തിവെച്ചതും കൂടിയാണ് അത്തരത്തിലുള്ള. ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ SP വിളിച്ചു വരുത്തി ഇത് സംബന്ധിച്ച് എല്ലാ ഫയലുകളും എടുത്ത് സൂക്ഷിക്കാനും, കാരണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ ഫയൽ കടത്താതിരിക്കാൻ ഇതൊക്കെ എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് വയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ നടപടി പൂർത്തിയാക്കണം. അത് കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു സ്പെഷ്യൽ ടീമിനെ വയ്ക്കാനാണ് സർക്കാർ ഈ ദേവസ്വം വകുപ്പ് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകുന്നത്. സ്പെഷ്യൽ ടീമിനെ, ക്രൈംബ്രാഞ്ചിന് സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിക്കുക. അല്ല, നടപടിക്കാണല്ലോ അന്വേഷണം. വ്യാജ പർച്ചേസുകൾ ഉണ്ടാക്കി അതുവഴി കൂടുതൽ പർച്ചേസുകൾ നടത്തുന്നതാണ്. അല്ല, ഇതിൽ ഏറ്റവും ഗുരുതരമായൊരു കാര്യം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ തന്നെ കാരണം അഡൾട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ നെയ്യിൽ വാങ്ങിയ നെയ്യ് തന്നെ അല്ല പമ്പയിലെത്തിയത്, അല്ല സന്നിധാനത്തിലെത്തിയത്. അത് പമ്പയിൽ വെച്ചൊരു എന്താ പറയേണ്ടത്, അതിലാണ് അഡൾട്രേഷൻ നടന്നിട്ടുള്ളത്. അതിൽ കേൾക്കുന്ന ചില വിവരങ്ങൾ, അത് ഞാൻ ആധികാരികമായിട്ട് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. അതിൽ ചേർത്തിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും തീർച്ചയായിട്ടും പരിശോധനയുണ്ടാവും. കാരണം ഇത് ശബരിമലയിലേക്ക് പരിശുദ്ധമായിട്ടുള്ള നെയ്യാണ് കൊണ്ടുപോകേണ്ടത്. അതിലെന്തൊക്കെ കലർന്നു എന്നറിയില്ല. അങ്ങനെ കലർപ്പുള്ള ഒരു നെയ്യ് അഭിഷേകം ചെയ്താൽ വിഗ്രഹത്തിൻ്റെ ഇതിനെ തന്നെ അത് ബാധിക്കും. അല്ല, ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് അതുകൊണ്ടാണ് എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുള്ളത്. എൻക്വയറി കഴിഞ്ഞ് റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നടപടി എന്തായാലും ഉണ്ടാവും. പക്ഷേ അതുപോലെ ഈ തീരദേശ മേഖലയിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ മുതലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം വെള്ളം മറിഞ്ഞ് കാണാതെ തൊഴിലാളികൾ ഒരാളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് പക്ഷേ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ സർക്കാർ സംവിധാനം വേണ്ട രീതിയിൽ സഹായിക്കും. അത് അവരിന്ന് പ്രതിഷേധമൊക്കെ നടന്നു. അതല്ല, സർക്കാരിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ബോഡി കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ കടലിലൊക്കെ പോയാൽ ചിലപ്പോൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതായത് സെർച്ച് ചെയ്യാഞ്ഞിട്ടല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടിയിട്ടില്ല എന്ന് മാത്രം. എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി എല്ലാവർക്കും പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോഴും വലിയ സൈബർ ആക്രമണം. അല്ല, സൈബർ ആക്രമണമൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നത് മനുഷ്യനെ. അത് ഒന്നാമത് ഒരു ചീപ്പായിട്ടുള്ള കളി നേതാക്കന്മാർ തന്നെ ചെയ്യല്ലേ. ഞാൻ മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് പോലും വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്? ഒരു പൊതുപ്രവർത്തകരാകുമ്പോൾ അല്പം ചില മര്യാദയൊക്കെ വേണ്ടേ? കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് പറയലാണോ?
ഒരു സുഹൃത്തിൻ്റെ വീട്ടിലധികം ഭക്ഷണം കഴിച്ചു, അത് 3 മണിക്ക്. അതിനെയാണ് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത്. മറ്റേ പ്രളയം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ഉപവാസം ഇരുന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മാതിരി വിമർശനങ്ങൾ ഒട്ടും ശരിയല്ല. അത്രേ പറയും. പ്രവർത്തനത്തിൽ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. ഇത് അറിഞ്ഞ സമയം മുതൽ സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ മരുന്നുകളും സ്റ്റോക്കുണ്ട്. നിങ്ങളിപ്പോൾ എലിപ്പനിയുടെ മരുന്ന് സ്റ്റോക്കില്ല, തെറ്റാണ്. ആ മരുന്ന് സ്റ്റോക്കുണ്ട്. എന്താണ് ഡോക്സിസൈക്ലിൻ, അത് 9 ലക്ഷത്തോളം സ്റ്റോക്കുണ്ട്. പിന്നെ എന്താണെന്ന് സ്റ്റോക്കില്ല, പത്രത്തിൽ എഴുതിക്കണം, തെറ്റാണ്. അത് 9 ലക്ഷം മരുന്ന് ഇപ്പോൾ സ്റ്റോക്കുണ്ട്.